ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന സൂപ്പർ കപ്പിന് മുമ്പായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ആശാൻ സൂപ്പർ കപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും കൂടാതെ തന്നെ അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. മനോരമയുടെ ലൈവ് ടെലികാസ്റ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് സൂപ്പർ കപ്പിന് മുന്നോടിയായുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC ആരാധകർക്ക് എല്ലാവർക്കും ഇപ്പോഴും സംശയമുള്ള ഒരു കാര്യമാണ് സൂപ്പർ കപ്പിന് കേരള ബ്ലാസ്റ്റേഴ്സ് FC എല്ലാ താരങ്ങളും ഉണ്ടാവുമോ എന്നത്. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂവിൽ ആശാൻ ഇതിനെല്ലാം ഒരു വ്യക്തമായ ഉത്തരം നൽകിയിട്ടുണ്ട്. സൂപ്പർ കപ്പിനെ ഞങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെ നേരിടും. നിലവിൽ ഞങ്ങൾ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സ് FC മുഴുവൻ പ്ലേയേഴ്സും സൂപ്പർ കപ്പിന് ഉണ്ടാവുമെന്നും ഇവാൻ വുക്കോമാനോവിച്ച് ഈ ഒരു ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെയാണ് സൂപ്പർ കപ്പിന് മുന്നോടിയായുള്ള മനോരമയുടെ ലൈവ് ടെലികാസ്റ്റിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വാർത്ത എന്നത് ലൂണയുടെ പകരക്കാരനെ കുറിച്ചാണ്. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിനിടയിലുള്ള ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ. ഇന്ത്യൻ ക്ലബ്ബുകളുടെ താര കൈമാറ്റങ്ങളായിരിക്കും ജനുവരിയിലെ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ പ്രധാനമായും ആകർഷണം പിടിച്ചുപറ്റുന്നത്. അതേസമയം വിദേശ താരങ്ങളുടെ ട്രാൻസ്ഫർ വാർത്തകളും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ആരാധകർക്ക് കാണാനാവുന്നതാണ്. അങ്ങനെ ഒരു വിദേശ താരത്തിന്റെ ട്രാൻസ്ഫർ വാർത്തയാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. സ്പെയിനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ ISL കളിച്ചിട്ടുള്ള ഒരു സ്പാനിഷ് താരം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് തിരിച്ചെത്തിയേക്കാമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ FC ഗോവയ്ക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ഐക്കർ എന്ന താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നുമുള്ള 3 ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. FC ഗോവയ്ക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ 20 മത്സരങ്ങളിൽ നിന്നും 11 ഗോളുകളാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ, ഹൈദരാബാദ് FC എന്നീ ടീമുകളാണ് ഐക്കർ എന്ന ഈ ഒരു താരത്തെ സൈൻ ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടുള്ളത് എന്നും സ്പെയിനിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ നിലവിൽ 31 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരത്തിന്റെ മെയിൻ പൊസിഷനായി കണക്കാക്കിയിട്ടുള്ളത് ലെഫ്റ്റ് വിങ്ങർ ആയിക്കൊണ്ടാണ്. ഇതൊന്നുമല്ലാതെ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ സൈറ്റിൽ താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ ആയി കണക്കാക്കിയിട്ടുള്ളത് 3.2 കോടിയോളം രൂപയാണ്. താരത്തിന്റെ മെയിൻ പൊസിഷൻ ലെഫ്റ്റ് വിങ്ങർ ആണെങ്കിലും അതിനൊപ്പം തന്നെ സെന്റർ ഫോർവേഡായും റൈറ്റ് വിങ്ങറായും താരം കളിക്കും. നിലവിൽ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 3 പൊസിഷനുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് തന്നെ ഗുണകരമായിരിക്കും. ഏതായാലും ഈ ഒരു താരത്തെ കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.